സർവൈവിങ് 200 ഡേയ്സ് ഇൻ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ. 3-4 കൊല്ലമായിട്ട് ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തൊരു മോഡാണ് മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ. സോ ഈ ഒരു മോഡിൽ തന്നെ ഒറ്റൊരു ചാൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു ചാൻസിൽ നമ്മൾ ഡെഡ് ആയാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു വേൾഡിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു വേൾഡിൽ കളിച്ചപ്പോൾ തന്നെ കുറേ പ്രാവശ്യം ഞാൻ ഡെഡ് ആയ ചാൻസസ് നടന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് കുറേ ദിവസത്തെ കഷ്ടപ്പാട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ഇഷ്ടപ്പെടാനും മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വേൾഡിൽ എത്രത്തോളം OP ആവാൻ പറ്റുമോ അത്രയും നമുക്ക് OP ആവണം. സോ ഈ ഒരു വേൾഡ് ബെസ്റ്റ് ആക്കി എടുക്കണം. സോ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡൊന്നും കാണാത്തവർക്ക് അറിയായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വീടുണ്ടാക്കി, പിന്നെ ഇതുപോലത്തെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ടായിരുന്നു. നമുക്ക് കുറേ വില്ലേജേഴ്സിന് അതിന് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് നെതറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ പോയാൽ കാണും. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് 200 ഡേയ്സ് നമ്മൾ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ സർവൈവ് ചെയ്യണം. സോ അതിനായിട്ട് തന്നെ നമുക്ക് വേണ്ട 3 ഫാംസ് ഫസ്റ്റാണ് ഉണ്ടാക്കണം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് മെഗാ അയൺ ഫാം, പിന്നെ റെയ്ഡ് ഫാം, പിന്നെ ഒരു വലിയൊരു XP ഫാം, മോബ് ഫാമും നമുക്ക് ഉണ്ടാക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് നെതറിൽ എൻ്റർ ചെയ്തിട്ട് ബ്ലേസ് റോഡും കളക്ട് ചെയ്തിട്ട് ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാൻ പോകാം. എന്നിട്ട് എലൈറ്റർ എടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് വരാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇത്രയും സാധനം സ്റ്റോൺ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളെ റെയ്ഡ് ഫാമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. സോ റെയ്ഡ് ഫാം ഉണ്ടാക്കാനുള്ള ഇത്രയും ഇവിടെ സ്റ്റോണ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് ഫാം ഉണ്ടാക്കാൻ ആവശ്യമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു സാൻഡാണ്. ഈ ഒരു സാൻഡ് സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ് ഉണ്ടാക്കണം. സോ നമുക്ക് അതിനുള്ള സാൻഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തേക്കാം. സോ ഗൈസ്, നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമ്മൾ റെയ്ഡ് ഫാം ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു റീപ്ലൈ കണ്ടിട്ടോ. സോ ഗൈസ്, നമ്മളിപ്പോൾ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളിത് ഇവിടെ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് റെയ്ഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ടോട്ടംസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ടോട്ടം വെച്ചിട്ട് വീട്ടിൽ പോകാം. സോ ഗൈസ്, നമ്മൾ അടുത്ത ഫാം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മെഗാ അയൺ ഫാമാണ്. ഇപ്പോൾ ഇത് ഡേ 130 ആണ് ഗൈസ്. സോ നമുക്കിത് അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ഷുഗർ കെയിൻ ഫാമും കൂടി അവിടെ ഉണ്ടാക്കി വയ്ക്കുക, നമുക്ക് എലൈറ്ററൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, നമുക്കിത് ഇവിടെ പെട്ടെന്നൊരു ഷുഗർ കെയിൻ ഫാം അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കിയേക്കാം. സോ 1 2 3. ഓക്കെ, സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ അയൺ ഫാം ഉണ്ടാക്കാനുള്ള പണിയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും സ്റ്റോൺ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പെട്ടെന്നൊരു അയൺ ഫാം അങ്ങ് ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ അയൺ ഫാമിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ അയൺ ഫാം ഗൈസ്. നമ്മളതിലിപ്പോൾ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവേണ്ട ഈ ഒരു അയൺ ഫാം ഇപ്പോൾ ഡേ കുറേ ആയിട്ടുണ്ട്. സോ അവിടെ നിന്നൊക്കെ വില്ലേജേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഞാൻ കുറച്ചും കൂടി ആ അറ്റത്തും കൂടി ഒന്ന് ആക്കാണ്ട്. സോ അത് ഞാൻ പെട്ടെന്ന് ആക്കിക്കൊണ്ട്. സോ ഇതാണ് നമ്മൾ അയൺ ഫാം. ഇന്ന് എത്ര കിട്ടി നോക്കാതെ ഇപ്പം തന്നെ അത് ഇത്ര ആയിട്ടുണ്ട്. AFK പോലും നിന്നിട്ടില്ല. ഇതൊക്കെ ഒന്ന് ട്രേഡും ചെയ്യണം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്പിത്തിൻ ടേബിൾ വെച്ചിട്ട് നമ്മൾ വില്ലേജറിനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കുറേ ഒന്ന് ട്രേഡ് ചെയ്തേക്കാം. നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫുള്ള് ട്രേഡ് ചെയ്തേക്കാം. നമ്മളിത് ഇവിടെ കുറേ നേരം AFK നിന്നതിനെ കൊണ്ട് തന്നെ നമുക്കിത് ഇത്രയും അയൺസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രേഡ് ചെയ്തിട്ട് ഫുൾ എമറാൾഡ് ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം ഗൈസ്. സോ ഗൈസ്, നമ്മളിത് ഇവിടെ കുറച്ച് ഫുഡ് റീസ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ ക്യാരറ്റ്, ഓക്കെ, കുറച്ച് പംകിൻ പൈയും കൂടി നമുക്ക് വാങ്ങി വെച്ചേക്കാം എന്തെങ്കിലും ആവശ്യം വന്നാൽ. സോ ഗൈസ്, നമുക്കിപ്പോൾ ഇവിടെ ഇത്രയും നേരം AFK നിന്നതിനെ കൊണ്ട് തന്നെ നമ്മളൊരു ഇത്രയും അയൺ നമ്മളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി ട്രേഡ് ചെയ്യണം. ഈ ചെസ്റ്റിലും അയൺ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ എല്ലാ സ്ഥലത്തും വില്ലേജേഴ്സിനെ ആക്കിയിട്ട് സോംബിനെ ആക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് അവിടെ എടുത്ത് വെച്ചേക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പാത്ത് പോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കടക്കാൻ വേണ്ടി ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ചെറിയൊരു വഴി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. നമ്മൾ അവിടുന്ന് ഇങ്ങനെ പാത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാലൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും ഒരു അയൺ ഗോൾ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. എന്താ അറിയില്ല. ഞാൻ എന്തായാലും എൻ്റെ ആർമറിൽ ഫുള്ള് പ്രൊട്ടക്ഷൻ പവർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സോഡിലും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മളെ മരം കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടണം. കാരണം നമുക്ക് നമ്മളെ മോബ് ഫാം ഉണ്ടാക്കുന്ന നമുക്ക് കുറേ ട്രാപ്പ് ഡോർ കാര്യങ്ങൾ വേണം. സോ നമുക്ക് എന്തായാലും മരങ്ങൾ വെട്ടിയേക്കാം. അങ്ങനെ കഴിച്ച് നമ്മൾ ഈ ഒരു മരം കൂടി വെട്ടിയാൽ നമ്മൾ ഫുള്ള് മരം അവിടെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാപ്പ് ഡോറിൻ്റെ ഫുള്ള് മരം നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്
എന്തായാലും നമ്മൾ ആ ഫാമും കൂടി ഒന്ന് ഉണ്ടാക്കണം. സോ അതിനായിട്ട് നമുക്കൊരു 2 സ്റ്റാക്ക് സ്കാപ്പ് ഹോൾഡിങ് വെച്ചിട്ട് മുകളിലോട്ട് കയറിയിട്ട് വേണം ഈ ഒരു ഫാം ഉണ്ടാക്കാൻ തുടങ്ങുക. സോ നിങ്ങളെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുന്നത് ജസ്റ്റ് ഒന്ന് ചെറിയ റീപ്ലൈ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇത്രയും ദിവസം പിന്നെയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല മോബ്സ് വരുന്നുണ്ട്. എൻ്റെ ആർമർ കാര്യങ്ങളൊക്കെ ഇനി മെൻഡാക്കണം. എൻ്റെ സോഡ് മെൻഡിങ് ഇട്ടതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് മെൻഡാവുന്നുണ്ട്. ഇനി നമ്മൾ ആർമറിലൊന്ന് മെൻഡാക്കണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ആർമർ കാര്യങ്ങളൊക്കെ മെൻഡാക്കണമെങ്കിൽ ഈ വെള്ളം നമുക്ക് തിരിച്ചെടുത്തേക്കാം. നൈറ്റാണ്. ഞാൻ എന്തായാലും ഈ ഒരു നൈറ്റ് ഷർട്ട് അതിനെ കൊണ്ടാണ്. അവിടെ വുഡൊക്കെ ഡീസ്പോൺ ആയിപ്പോയി. അപ്പോൾ തന്നെ ഇവിടെ ഇത് ഗൺ പൗഡർ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ കുറച്ച് നേരം നേവിക്കുക, എന്നിട്ട് നമുക്ക് ലെവലൊക്കെ ഒന്ന് കൂട്ടണം. എന്നിട്ട് നമുക്ക് നെതറിലോട്ട് പോയിട്ട് നമ്മൾ ബ്ലേസ് റോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് എൻഡിൽ പോയിട്ട് ഡ്രാഗനും കൊല്ലണം ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഗൺ പൗഡർ എടുത്തിട്ട് പോവാം. എലൈറ്റർ എടുക്കാൻ സുഖമായിരിക്കും. ഇപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി നെതറിലോട്ട് അങ്ങ് പോവാം. നമ്മളിത് കുറച്ച് നേരം ഇവിടെ AFK എന്നാട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ AFK ഒക്കെ നിന്ന് കുറേ നമ്മളെ മാക്സ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. സോ നമുക്കിത് നെതറിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് എന്തായാലും ഇനി കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്, വല്ല ഫോർട്രസ് കാര്യങ്ങൾ കിട്ടുമെന്ന് നോക്കാം. പിന്നെ നമുക്ക് നെതറൈറ്റ് മൈൻ ചെയ്യാനും പോകണം. എന്നിട്ടൊരു ബാസ്റ്റൻ കണ്ടെത്തുകയാണെങ്കിൽ അവിടുന്ന് സ്മിത്തിങ് ടെംപ്ലേറ്റ് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ഫസ്റ്റ് നെതറൈറ്റ് ആർമറും സെറ്റാക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് പോയി നോക്കാം ജസ്റ്റ് ഒന്ന്. സോ ഗൈസ് നമുക്ക് എന്തായാലും ഞാൻ അപ്പുറത്തോട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്തിട്ട് പോയി നോക്കാം. അവിടെ മറ്റേ നെതറാക്കിൻ്റെ സ്ഥലമുണ്ട്, അവിടോട്ടൊന്ന് പോയി നോക്കാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. നമുക്ക് ഇവിടുന്ന് എന്തായാലും ഫസ്റ്റ് കുറച്ച് ബ്ലോക്ക് മൈൻ ചെയ്തേക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന വൈ ലെവൽ 90 സോ നമുക്കൊന്ന് കുറച്ച് അടിയിലോട്ട് പോയേക്കാം. അവിടെ അടിയിലൊക്കെ ലാഭയാണ്, നമ്മൾ വീണ ചത്തു. ഗൈസ് ഞാൻ അപ്പോൾ ലൈറ്റ് വിഷ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്ത് പോയേക്കാം. നമുക്ക് ഞാൻ എന്തായാലും ബോട്ട് വെച്ചിട്ട് ഇത് ഇവിടുന്ന് ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഞാൻ ബോട്ട് വെച്ചിട്ടുണ്ട്. ചിലവരിങ്ങനെ മറ്റേ ക്ലച്ച് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ സ്പേസ് വിട്ടിട്ടും ഇങ്ങനെ വീണ് പോയി. കുഴപ്പമില്ല. നമുക്ക് ഇനി എന്തെങ്കിലും ഫോട്ടോസ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് മറ്റേ ഇതാണല്ലോ, മറ്റേ നെതർ വേസ്റ്റ് ആണല്ലോ. ഇവിടെ അടുത്ത് തന്നെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ ഒരു ഗ്യാസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവനെ വെടിക്കാൻ പറ്റുമോ നോക്കട്ടെ. വേണ്ട, ഇനി വല്ല പിഗ്ലിനെ കൊണ്ടാലോ. സോ ഗൈസ് നമ്മളിത് ഇവിടെ ഒരു സോൾസ് ആൻഡ് വാലിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഫുള്ള് സ്കെൽറ്റൻ ആണ്. നമുക്ക് ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഫോർട്രസ് ഉണ്ടോ നോക്കട്ടെ. സോ ഗൈസ് നമുക്ക് ഫോർട്രസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ നമുക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്, ടെറിബിൾ ഫോർട്രസ്. നമുക്ക് നമ്മളെ ബ്ലേസിന്റെ സ്പോണർ ഒന്ന് കണ്ടെത്തണം. ഓക്കെ ഗൈസ് നമുക്ക് നെതർവാട്ടിന് സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെതർവാട്ടൊക്കെ ഒന്ന് കളക്ട് ചെയ്തേക്കാം. അവിടുന്ന് നമുക്ക് പോർഷൻസ് കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ഇതേവിടെ ബ്ലേസിന്റെ സ്പോണർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ബ്ലേസ് റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. നമ്മളതിൽ ഫയർ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ നല്ല സുഖമായിരുന്നു. നമ്മളതിൽ ടോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇവനെയൊക്കെ ഒന്ന് പെട്ടെന്ന് കൊന്നേക്കാം. സോ ഈ നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം കിട്ടിയത് നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്നിട്ടൊന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആവശ്യത്തിനുള്ള ബ്ലേസ് റോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നെതറായിട്ട് മൈൻ ചെയ്യും വേണം. പിന്നെ ഒരു ബാസ്റ്റൻ കണ്ടെത്തും വേണം. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. സോ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി ഒന്ന് കണ്ടെത്തണം. അതാണ് വലിയ പ്രശ്നം. ഇത്ര പെട്ടെന്ന് നെതറൈറ്റാ? ഇതെന്തോന്നാ? ഞാൻ വെറുതെ മുകളിലോട്ട് പോകാനുള്ള വഴി നോക്കിയപ്പോഴാണ് ഈ നെതറൈറ്റ്. ഇതൊക്കെ എന്താ ഇത്ര റയറുള്ള സാധനം ഇത്ര എളുപ്പമായിട്ട് എങ്ങനെ കിട്ടി? നമുക്ക് എന്തായാലും ഒരു ബാസ്റ്റൻ കണ്ടെത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അത് ബാസ്റ്റൻ തന്നെയല്ലേ? കുറേ നേരം നമ്മൾ തപ്പി എന്തായാലും നമുക്ക് ബാസ്റ്റൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് മറ്റേ സാധനം ഉള്ളതായ മതിയായിരുന്നു ഗൈസ്. കണ്ടിട്ടതുള്ളത് പോലെ തോന്നുന്നില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. അവിടെ മറ്റേ ബ്രൂട്ടിന്റെ സൗണ്ട് നല്ല കേൾക്കുന്നുണ്ട്. മറ്റേ ബ്രൂട്ട് അവിടെ ഇവന്മാരെ കുടുങ്ങിയിരിക്കണതിനെ കൊണ്ട് നല്ല സുഖം അടിക്കാൻ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവന്മാരെയൊക്കെ ഒന്ന് കൊന്നേക്കാം. എന്നിട്ട് നമ്മളെ മറ്റേ ബാസ്റ്റനാണോ നോക്കിക്കാട്ടെ. മറ്റേ അടിയിലോട്ട് പോയിട്ട് ഗോൾഡൊക്കെ ഉണ്ടാവും നിറച്ച്, അതാണോ നോക്കട്ടെ. കുറച്ച് ദൂരം നമ്മൾ എന്തായാലും വന്നിട്ടുണ്ട് അതിനെ കൊണ്ട്. സോ ഗൈസ് ഇവിടെ ഒരു ചെസ്റ്റ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് സോൾ സ്പ്രീഡ് 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബൂട്ടിലിടാം. പിന്നെ എഫിഷ്യൻസി 5 ആണ്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇവിടുന്ന്. എഫിഷ്യൻസി 5. നമ്മൾ മറ്റേ പിക്കാക്സ് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇത് നിങ്ങളെടുത്തോ, ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുക്കാം. അപ്പോൾ ഗൈസ് ഇത് ട്രഷർ ബാസ്റ്റിനാണ് ഗൈസ്. നമ്മൾ ട്രഷർ ബാസ്റ്റിനിൽ എന്തായാലും സ്മിത്തിൻ ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിനെ കൊണ്ട് നമുക്ക് എന്തായാലും ലക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. അവിടെ കുറേ ഗോൾഡൊക്കെ ഉണ്ട്. നമുക്ക് മെയിൻ സാധനം ഉള്ളിലാണുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ അടിയിലോട്ടൊന്ന് ചാടി നോക്കാം. നമ്മളതിൽ എൻ്റർപേൾ ഉണ്ടോ നോക്കട്ടെ. നമുക്ക് എന്തായാലും അടിയിലോട്ടൊന്ന് ചാടി നോക്കാം പെട്ടെന്ന്. സോ ഗൈസ് ഞാൻ എങ്ങനെ അടിയിലോട്ടൊന്ന് ചാടാനുള്ളൊരു പണിയിലോട്ടാണ്. ഇവിടെ അടുത്ത് ഫുള്ള് പിഗ്ലിൻസ് ആണ്. ബ്രൂട്ട് അടിയിലാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടിയിലോട്ടൊന്ന് ചാടി നോക്കട്ടെ.
ഇവിടെ വലിയ സാധനങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ബ്രൂട്ടിനൊന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, നമുക്ക് അടിയിലോട്ട് ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സ്പോണർ ഒന്ന് പൊട്ടിച്ചിട്ടേക്കാം, എന്നാൽ പിന്നെ സുഖമായി. നമുക്കിത് ഈ ചെസ്റ്റിൽ ഒരു ഷാർപ്നെസ് 5ൻ്റെ സോഡാണ് ഏർപ്പുള്ളത്, അത് നമുക്ക് എടുത്തേക്കാം. പിന്നെ സ്മിത്തിൻ ടെംപ്ലേറ്റ് ഒന്നും ഉണ്ട്, 4 ഗോൾഡ് ബ്ലോക്കും ഉണ്ട്. നമുക്ക് സ്മിത്തിൻ ടെംപ്ലേറ്റ് എന്തായാലും എടുത്തേക്കാം, എന്തായാലും വേണം. അതിനാണ് നമ്മൾ വന്നത് തന്നെ. പിന്നെ നമുക്ക് ഈ ബെഡ് ഇവിടെ വെച്ചേക്കാം, ബെഡിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇതിൽ അടുത്ത സ്മിത്ത് ടെംപ്ലേറ്റും കിട്ടി, ഒരു നെതറൈറ്റിൻ്റെ ഇങ്കട്ടും നമുക്ക് കിട്ടി. പിന്നെ 1 2 3 ആൻഷ്യൻ ഡെബ്രീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഗോൾഡൊക്കെ എടുത്തേക്കാം. നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു ആർമർ പീസ് അങ്ങ് നെതറൈറ്റ് ആക്കുക, പിന്നെ ഈ ഗോൾഡ് നമുക്ക് എടുത്തേക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു സ്മിത്തിൻ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളെ ഫസ്റ്റത്തെ ആർമർ പീസ് ഒന്ന് നെതറൈറ്റ് ആക്കി ഗൈസ്. നമ്മളെ ചെസ്റ്റ് പ്ലേറ്റ് തന്നെ നമുക്ക് നെതറൈറ്റ് ആക്കാം, അതായിരിക്കും നല്ലത്. കുറച്ച് ചെസ്റ്റ് പ്ലേറ്റിനാണല്ലോ കൂടുതൽ ഡാമേജ് വരുന്നത് കാര്യങ്ങളൊക്കെ. സോ നമുക്ക് അതൊന്നും ആക്കിയേക്കാം. നമ്മളെ എവിടെ നമ്മളെ പ്രൊട്ടക്ഷൻ പോലുള്ള ചെസ്റ്റ് പ്ലേറ്റിലോട്ട് നമ്മളിത് നെതറൈറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്, നമ്മളെ തിളങ്ങണ നെതറൈറ്റ്. നമുക്ക് നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറി കേൾക്കാം. നമ്മളിപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്, മുകളിൽ നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. നമുക്കിത് മുകളിലോട്ട് പോയിട്ട് നമുക്ക് അടിയിലോട്ട് തന്നെ പോകണം. എന്നിട്ട് നെതറൈറ്റ് അങ്ങ് മൈൻ ചെയ്യാൻ പോവാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം കിട്ടുമോ നമ്മൾ അത്രത്തോളം ഇതാക്കാം. നമ്മളെ എഫിഷ്യൻസി 5 2 പിക്കാക്സ് ഉണ്ട്. സോ അത് വെച്ചിട്ട് ഫുള്ള് മൈൻ ചെയ്ത് ഇതാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് -14 വൈ ലെവൽ വരെ നമുക്ക് പോകണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് നെതറൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3 നമുക്ക് കിട്ടിയത് ഒറ്റയടിക്ക് തന്നെ. ഇങ്ങനെ മൈൻ ചെയ്തോട്ടെ, ഇനി നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നമുക്കിത് എത്ര നെതറൈറ്റ് കിട്ടിയെന്ന് വെച്ചാൽ 24 നെതറൈറ്റിൻ്റെ ഏൻഷ്യൻ ഡെബ്രീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്മെൽറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലെത്താനുള്ള പോർട്ടലിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് ഇതൊക്കെ സ്മെൽറ്റ് ചെയ്തേക്കാം പെട്ടെന്ന്. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു നെതർവാട്ട് ഇവിടെ പ്ലാൻ ചെയ്തേക്കാം. ഫാൻറ്റംസ് വന്നല്ലോ. നമ്മളിപ്പോൾ 3 ദിവസമായില്ലേ, 3-4 ദിവസത്തിലും കൂടുതലായാലല്ലേ. കുറെ കൊന്നിട്ട് മറ്റേ മെംബ്രെയിൻ ഇട്ടോ നോക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് സ്ലോ ഫാളിങ്ങിൻ്റെ പോർഷൻ ഉണ്ടാക്കാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ, 1 കിട്ടിയിട്ടുണ്ട്, 4 കിട്ടി. 3 കിട്ടിയില്ല. ലൂട്ടിങ് 3 ഉണ്ടായതിനെ കൊണ്ട് 3 കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ നമുക്കിത് ഇതിലോട്ട് വെച്ചേക്കാം എന്തായാലും. എന്നിട്ട് ബാക്കി ഇവിടെ അത് ഫുള്ള് പ്ലാൻ ചെയ്തേക്കാം. ഇത് അടുത്തൊന്നും കിട്ടി. എന്തായാലും അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും. ഇനി നമുക്കിത് ഇവിടെ വന്ന് കിടന്നുറങ്ങിയേക്കാം. എത്ര നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കുറേ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അഡ്വാൻസ്മെൻറ്റും കംപ്ലീറ്റ് ആക്കാൻ. സോ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതാണ്. സോ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തേക്കാം പെട്ടെന്ന്. നമുക്കിനി ഇവിടെ ബ്രൂയിങ് സ്റ്റാൻഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അയൺ ഗോളൊക്കെ സ്മോൾ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ബ്രൂ ചെയ്തിട്ട് ഒരു പോർഷൻ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒരു മറ്റേ ക്ലർക്കിനെ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലർക്കിനെ വെച്ചിട്ട് നമുക്ക് എൻഡർപ്പുകൾ പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതാക്കാം പെട്ടെന്ന്. ഓക്കെ, 4 എമറാൾഡിന് ഒരു എൻഡർപ്പുകൾ അല്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കി എമറാൾഡും കൂടി കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളതിൽ ബ്ലോക്ക് ഓഫ് എമറാൾഡ് ഉണ്ട്, നമുക്ക് ഇതാക്കാം. 4 എമറാൾഡ്. ഓക്കെ, ഇപ്പോൾ നമ്മളതിൽ 13 നമുക്ക് ഇനി റീസ്റ്റോക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് റീസ്റ്റോക്ക് ചെയ്യല്ലോ. ബോട്ടിൽ ഓഫ് എൻചാൻറ്റിങ്ങും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഗൈസ്, അങ്ങനെ ഡ്രാഗനെ കൊല്ലാനുള്ള ടൈം ആയിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ പേൾ ഇട്ട് നോക്കാം. നമ്മളെ ഐ ഓഫ് എൻട്ര. ഓക്കെ, ആ ഡയറക്ഷനിലാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ആ ഡയറക്ഷനിലോട്ട് കുറച്ച് ദൂരം പോയി നോക്കിയിട്ട് നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, നമുക്കിത് ഇവിടെ സ്റ്റോണ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്റ്റോൺ ബ്രിക്ക്. നമുക്ക് പോർട്ടലൊന്ന് പെട്ടെന്ന് കണ്ടെത്തണമല്ലോ. ഇവിടെ കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. നമുക്ക് പെട്ടെന്ന് പോർട്ടലൊന്ന് കണ്ടെത്തട്ടെ. നമുക്ക് പോർട്ടൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മുന്നേയിട്ട് തന്നെ നമുക്ക് ഇവിടെ ലൈബ്രറി കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്ക് ഷെൽഫൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാം, അതായിരിക്കും നല്ലത്. നമുക്ക് ഇവിടുന്ന് ഇത്തരം ബുക്ക് ഷെൽഫ് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ചെസ്റ്റൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ ചിലപ്പോൾ ട്രിമ്മ് കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, പുതിയ ആർമർ ട്രിമ്മ് കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇവിടെ നോക്കി നോക്കാം. ഇവിടെ ഒരു ചെസ്റ്റ് കാണുന്നുണ്ടല്ലോ. നമുക്കിത് ഇവിടെ ഇതൊക്കെയാണ് കിട്ടുന്നത്. ഫോർച്യൂൺ നമുക്ക് എടുത്തേക്കാം അല്ലേ. ഫോർച്യൂണും ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ഫോർച്യൂൺ എടുക്കേണ്ടത് ഞാൻ എന്തായാലും. സോ ഗൈസ്, ഇനി നമുക്ക് എന്തായാലും പോർട്ടൽ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടെത്തണം. വലിയൊരു പൊട്ടത്തരം തന്നെ ഞാൻ ചെയ്തത് ഗൈസ്. ഞാൻ എൻഡിലോട്ട് ചാടി, പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ വേറെ സമയത്താണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിനെ കൊണ്ട് തന്നെ അത് കാണിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഓരോ പില്ലർ കയറിയിട്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചാട്ടെ പെട്ടെന്ന്. അയ്യോ, ഓക്കെ, വാട്ടർ ബക്കറ്റ്. യെസ്, അത്രേ ഉള്ളൂ ഗൈസ്.
നമുക്ക് എല്ലാ ഇതൊന്ന് പൊട്ടിച്ചാട്ടെ പെട്ടെന്ന് പോയിട്ട്. സോ ഗൈസ് നമുക്ക് ഇനി എന്തായാലും ഈ ഒരു ക്രിസ്റ്റൽ അങ്ങ് പൊട്ടിച്ചേക്കാം. ഇതും കൂടി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതേ അവസാനത്തെ ക്രിസ്റ്റലാണിത്, ഇതും കൂടി പൊട്ടിച്ചേക്കാം. ഇനി നമുക്കിതേ അടിയിലോട്ട് സ്ലോ ഫാളിങ് ഉണ്ടായതിനെ കൊണ്ട് മെല്ലെ ഇറങ്ങി വരാൻ പറ്റും. ഇനി നമുക്ക് ഇതേ ഇവിടെ ഡ്രാഗനെയും കൂടി ഒന്ന് കൊന്ന കളി കഴിഞ്ഞ് ഗൈസ്. എന്നിട്ട് നമുക്ക് എലൈറ്റർ എടുത്തിട്ട് വീട്ടിലോട്ട് അങ്ങ് പോവാം വേഗം. ഇതേ ഡ്രാഗൻ്റെ പണി കഴിയാനായിട്ട് എന്തായാലും നമ്മൾ സ്ട്രെങ്ത്തിൻ്റെ പോർഷനും കുടിച്ചിട്ടുണ്ട്. സോ അതിനെ കൊണ്ട് തന്നെ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. സോ അവനെ പെട്ടെന്ന് നമുക്ക് എന്തായാലും കൊന്നേക്കാം. ഇത് ഈ ഒരു ബോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡ്രാഗൻ കത്തും. ഓക്കെ, നമുക്കിനി XP കാര്യങ്ങളൊന്ന് കളക്ട് ചെയ്തേക്കാം. ഇവിടെയുള്ള അയ്യോ ഇവരെന്തിനാണ് അടിക്കുന്നത്? നിങ്ങളെ ഫ്രീ ചെയ്ത് ഞാൻ ഇനി എന്തിനാണ് അടിക്കുന്നത്? സോ ഗൈസ് നമുക്കിനി എന്തായാലും ഇവിടുത്തെ ഈ ഒരു XP കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് എലൈറ്ററ കാര്യങ്ങൾ എടുക്കാൻ പോവാം. അതേ പെട്ടെന്ന് നമ്മൾ 50 ലെവലായി. ഇത് 58 60ആയി ഗൈസ്. ഓ എത്ര XP 62 ലെവലായിട്ടുണ്ട് എന്തായാലും. ഓക്കെ, എന്തായാലും സെറ്റായിട്ടുണ്ട്. 65 ലെവലായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതേ ഇനി എൻഡ് സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു എലൈറ്റർ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് അതേ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ ഗൈസ് ഇനി നമുക്ക് ഒരു ഭാഗത്തേക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോവാം. ഇതേ അവിടോട്ട് പോവാം നമുക്ക്. ഞാൻ അപ്പോൾ അതേ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഷിഫ്റ്റ് കീ ഒന്ന് വിടാതെ ഇത് ഇവിടുന്ന് അതുവരെ എത്തണം. സോ നമുക്ക് പെട്ടെന്നൊന്ന് അതുവരെ പോട്ടെ. സോ ഗൈസ് നമുക്കിപ്പോൾ ഇത് എൻഡ് സിറ്റി ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഷൾക്കറിനെയും കുറച്ച് കൊല്ലാം. ഷൾക്കറിനെ ഞാൻ പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് എലൈറ്ററ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ടുപോയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ഷൾക്കർ എടുത്തിട്ട് വരാം. പിന്നെ ബാക്കിയുള്ള എൻ്റെ സിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാം. ഇപ്പോൾ ഗൈസ് നമുക്കിത് ഞാൻ അപ്പോൾ അത് ഇവിടോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷൾക്കറിൻ്റെ ഏരിയയിലോട്ട് എലൈറ്റർ എടുക്കുന്ന ഏരിയയിലോട്ട് നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് തന്നെ നമുക്കിത് ഇവിടുന്ന് ഈ ഷൾക്കർ ടെലിപ്പോർട്ടായി. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ എലൈറ്റർ എടുത്തിട്ട് അങ്ങ് പോവാം. ഓ ഇതിൽ എത്ര ഡയമണ്ടാണ്? 7 ഡയമണ്ട് കിട്ടി. കർസ് ഓഫ് വാനിഷിങ് വേണ്ട. ഇനി ആർമർ ട്രിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഇനി എന്തായാലും ഈ ഒരു എലൈറ്ററും കൂടി ഒന്ന് എടുത്തിട്ട് നമുക്ക് എന്തായാലും പോവാം. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഷൾക്കർ ഷെല്ല് ഇതിൽ ഹീലിങ്ങിൻ്റെ പോർഷൻ ഉണ്ടാവും, അതൊന്നും എടുത്തേക്കാം. നമുക്ക് ഇൻസ്റ്റൽ ഹെൽത്തിൻ്റെ പിന്നെ നമുക്ക് ഡ്രാഗൻ്റെ ഹെഡും ഇത് ഇവിടുന്ന് ഒന്ന് എടുത്തിട്ടേക്കാം. ഓ ഇവിടുന്ന് ഷൾക്കർ ബോക്സ് തന്നെ അടിക്കണ്ടല്ലോ. ഷൾക്കർ ബോക്സ് നമുക്ക് കുറച്ച് ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാൻ നോക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ കുഴപ്പമില്ല, നമ്മൾ എൻ്റർപ്പിൾ ചെയ്തിട്ടുണ്ട്, അതിനെക്കൊണ്ട് കുഴപ്പമില്ലാതെ ഇവിടെ എത്തി. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയി. ഞാൻ വിചാരിച്ച അടിയിലോട്ട് വോയിഡിലോട്ട് പോയാൽ നമുക്ക് ഒരു ചാൻസും ഇല്ല റിവൈവ് ചെയ്യാനുള്ള. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഞാൻ വീട്ടിലോട്ട് പോവാം. ഓ ജസ്റ്റ് ഇത് കിട്ടാ. ഇനി നമുക്കിത് നേരെ ഇവിടുന്ന് അവിടോട്ട് പോവാം. ഞാൻ ചങ്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പോർട്ടലിലോട്ട് അങ്ങ് പോയേക്കാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഇതേ ഒഫീഷ്യലി നമ്മൾ ഗെയിം അങ്ങനെ എൻഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് എൻ്റെ സ്ക്രീന് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമുക്കിപ്പോൾ വരേണ്ടതാണല്ലോ. ഇതേ മൈൻക്രാഫ്റ്റ് ജാവ ഹാർഡ് കോർ നമ്മളിതേ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറേ വലിയ പണിയൊന്നുമില്ല. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രാഗനൊക്കെ വലിയ പണിയൊന്നുമില്ല. പക്ഷേ ഇനി വാർഡനെ പോലത്തെ വലിയ ബോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് അതിനും കൂടി കൊല്ലണം. സോ ഗൈസ് നമ്മളിപ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ വേൾഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബെഡ് റീസ്പോൺ വയ്ക്കാത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയാണ് നമ്മളിപ്പോൾ സ്പോൺ ആയത്. ഏതോ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ സ്പോൺ ആയത്. എന്തായാലും നമ്മളെ സ്പോണിൽ നമ്മൾ മറ്റേ സ്പോണിലാണ് നമ്മളിപ്പോൾ സ്പോൺ ആയത്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് എലൈറ്റർ റോക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. ഞാൻ അപ്പോൾ കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടുത്തും വെച്ചിട്ട് നമ്മളെ വീട്ടിലോട്ട് പറന്നങ്ങ് പോവാം. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, നടക്കാനുള്ള ദൂരമുള്ളൂ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. നമുക്ക് നമ്മളെ വേൾഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാം. ഇവിടെ എവിടെ ആയിട്ടാണല്ലോ അതേ ലൈറ്റ് കാണുന്നവിടെ അവിടെ ആയിട്ടാണ് നമ്മളെ വീട് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, എന്തായാലും നല്ല രസമുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വേൾഡിലോട്ട് ആഡ് ചെയ്യാണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. സോ ഇനിയും നല്ല നല്ല ഐഡിയാസൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ പറഞ്ഞുതരിക. നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാവുന്നതാണ്. നമ്മളത് XP ഫാം ഇത് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ XP ഫാമിൽ ലൈറ്റൊന്നുമില്ല. നമുക്ക് 2 ഈ സാധനം വെച്ചെടുത്തേക്കാം. എൻഡ്രോഡ് ഇവിടെ സ്പോണൊന്നും ആവില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഗൺ പൗഡർ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ്. കാരണം എന്നാലേ നമുക്ക് റോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓ ഇവിടെ 3 സ്റ്റാക്ക് ഉണ്ട്. ഞാൻ നേരത്തെ എടുത്ത് വെച്ചുണ്ട് 3 സ്റ്റാക്കുകളുണ്ട്. നമുക്കത് ആക്കും പോലെ പിന്നെ എടുക്കുക, അതായിരിക്കും നല്ലത്. നമ്മളതിൽ 7 ഷൾക്കറിൻ്റെ ഷെല്ലും ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതും ഉണ്ടാക്കാം. പിന്നെ നമ്മൾ അയൺ ഫാം ഇതേ അവിടെ ഉണ്ട്. പിന്നെ ഇതേ ട്രേഡിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഇനി എന്തായാലും കിടന്നുറങ്ങണം ഒന്ന്. ഇപ്പോൾ ഇത് ഡേ 198 ആണ് ഗൈസ്. ഓക്കെ, ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളെ ഓൾമോസ്റ്റ് 200 ഡേയ്സ് കംപ്ലീറ്റ് ആവും ഗൈസ്. സോ നമ്മൾ 200 ഡേയ്സിൽ നമ്മളെ ഹാർഡ് കോർ വേൾഡ് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് കിടന്നുറങ്ങിയേക്കാം പെട്ടെന്ന്.
ഞാൻ അതെ നമ്മളെ ഹാർബറിൽ ചെറുതായിട്ടൊന്ന് ട്രിം ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമ്മളതിലുള്ള ട്രിമ്മൊക്കെ ഒന്ന് ആഡ് ചെയ്താണ്. പിന്നെ ഇനി വേറെ ബുക്കൊന്നും നമ്മളതിൽ ആഡ് ചെയ്യാനുള്ള തോന്നുന്നുണ്ട്. നമ്മളതിൽ 65 ലെവലുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ എലൈട്രയിൽ മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. സോ അതിനെക്കൊണ്ട് തന്നെ നമുക്ക് ഇനി ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണം. സോ ഗൈസ് നമ്മളതിലുള്ള ഡയമണ്ട് വെച്ചിട്ട് നമ്മളിത് സിൽക്ക് ടച്ച് വെച്ചിട്ടൊന്ന് ഫോർച്യൂൺ വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. നമുക്ക് എത്രത്തോളം ഡയമണ്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഇപ്പം നമ്മളതിൽ 49 ഡയമണ്ടോളം കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി എന്തായാലും ബാക്കിയുള്ള നെതറൈറ്റ് ആർമർ അങ്ങ് സെറ്റാക്കിയേക്കാം. ഓക്കെ, നമ്മൾ ആ സൗണ്ട് കേട്ടിട്ടുണ്ട്. ആ ഒരു അഡ്വാൻസ്മെൻറ്റിൻ്റെ സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ. നമുക്ക് അതെന്തായാലും ആയിട്ടുണ്ട്. ഫുൾ നെതറൈറ്റ് ആർമർ ആയിട്ടുണ്ട്. സോ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ ഒരു പിക്കാക്സും പിന്നെ ഒരു സോഡും നമുക്ക് ആക്കിയേക്കാം. പിന്നെ ആക്സിനും കൂടി ഉണ്ടാവും. ആക്സ് പോയി. അപ്പോൾ എല്ലതും ആയിട്ടുണ്ട്. ടൂൾസ് കാര്യങ്ങളും എല്ലതും ആക്കിയിരുന്നു. ശവലുണ്ട്, ഹോയും ഇല്ല. അപ്പോൾ ഹോയും കൂടി ആണെങ്കിൽ നമുക്ക് സീരിയസ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു അഡ്വാൻസ്മെൻറ്റും കൂടി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ദിവസം കൂടി കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ 200 ഡേയ്സ് എന്ന് പറഞ്ഞ ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ പ്രാവശ്യം ഡെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ടോട്ടൽ ഉണ്ടായതിനെ കൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എൻഡിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം പോലും നമ്മൾ ഡെഡ് ആയിട്ടില്ല. സോ ഇനി 300 ദിവസം ഹാർഡ് കോർ വേൾഡിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ ഫുൾ ആർമർ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.